നിലപാടുകളില്ലാത്തവരുടെ രാജകുമാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ രാഹുൽ ഈശ്വർ? അന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് വലിയ വാചകത്തിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഞാൻ MLA ആകാനില്ലാട്ടോ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താ പറയുള്ളത്? സാങ്കേതികമായിട്ടുള്ള പിഴവ് ചൂണ്ടിക്കാണിക്കുക. എന്തായിരുന്നാലും ഷാഫി പറമ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് പുറകിപ്പോയി എന്നുള്ളത് അവന്റെ ഹൈക്കമാൻഡാണ്. രാഹുൽ ഈശ്വറിന്റെ വാല് പൊന്തിക്കുമ്പോഴേ അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയതാണ്. പിന്നെന്താ വെച്ചാൽ ഇവനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വം? അത് മൂക്കൻ ഷാഫിക്കയുടെ ഉത്തരവാദിത്വമാണ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നിലപാടുകളില്ലാത്തവരുടെ രാജകുമാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ രാഹുൽ ഈശ്വർ? കാരണം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 മാസങ്ങൾക്ക് മുമ്പ് രാജൻഭായും പറഞ്ഞതാണ്, നമ്മൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും പറഞ്ഞതാണ്, രാഹുൽ ഈശ്വർ തിരുവല്ലയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്നാലെയാണ് എന്നുള്ള കാര്യം. അന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് വലിയ വാചകത്തിൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഞാൻ MLA ആകാനില്ലാട്ടോ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താ പറയുള്ളത്? സാങ്കേതികമായിട്ടുള്ള പിഴവ് ചൂണ്ടിക്കാണിക്കുക. എന്തായിരുന്നാലും ഷാഫി പറമ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് പുറകിപ്പോയി എന്നുള്ളത് അവന്റെ ഹൈക്കമാൻഡാണ്, രാഹുൽ ഈശ്വറിന്റെ. ഈ രാഹുൽ ഈശ്വർ പിന്നെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ ബൈറ്റ്സ്വാൻ ചാനലിനകത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, രാഹുൽ ഈശ്വർ പശു പിന്നെ വാല് പൊന്തിക്കുമ്പോഴേ അത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയതാണ്. കൃത്യമായിട്ട് അറിയുകയും ചെയ്യായിരുന്നു അതിനകത്തുള്ള നീക്കുകൾ. മാത്രമല്ല പേഴ്സണലി എൻ്റെ അടുത്ത് പലരും അപ്രോച്ച് ചെയ്തതാണ്, രാഹുൽ ഈശ്വറിനെ ഒന്ന് തിരുവല്ലയിലോട്ട് പറയണം, അവനൊരു ആഗ്രഹമുണ്ട് എന്ന്. അവൻ അങ്ങനെ പറഞ്ഞു. ഇല്ല, അവൻ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞിട്ടല്ല പറയുന്നത്, എന്നാലും രാജൻഭായി ഒന്ന് ചെയ്യണം എന്നൊക്കെ. ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട സൗഹൃദങ്ങളിൽപ്പെട്ടവരാ. അവൻ്റെ പേര് തിരുവല്ല പറയുമ്പോൾ ഒന്ന് പറയണം, ഒന്ന് സൂചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയണേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചേ. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. പക്ഷെ അവൻ ഒന്നുമല്ല എന്നുള്ളവന് മനസ്സിലായല്ലോ. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു MLA UDF 40 MLA-മാരുണ്ടോ, 41 MLA-മാരുണ്ടല്ലോ, ഒരൊറ്റ ഒന്ന് അവിടെ തിരിഞ്ഞു നോക്കി ഇവനെ ആരെങ്കിലും ചെന്നോ? വേണ്ട. ഈ മാങ്കൂട്ടത്തിൽ പിന്നെ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കാണാൻ പോയി, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുമ്പോൾ കാണാൻ പോയോ? അവൻ പുറത്ത് വരച്ച് കിടന്നു. ഏതോ ഒരുത്തൻ എവിടെയോ ഉണ്ടാക്കിയ ഏതോ ഗർഭത്തിൻ്റെ പേരിൽ പോയി ജയിലിൽ കിടന്ന ഒരു ഊളാന്നല്ലാതെ ഇവനെ പറ്റി കോമൺ സെൻസ് ഉള്ളവരെന്താ പറയുക? ഈ എലാസ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇവൻ നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവൻ്റെ യൂണിഫോം? 2 ദേശീയ പതാക പിന്നെ എലാസ്റ്റിക് ഇത് ഇട്ടുകൊണ്ട് നിയമസഭയിൽ പോവുക. ഇവൻ MLA ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആഗ്രഹിക്കാൻ പറ്റും. ഇവന് അവൻ്റെ സ്വന്തം വാർഡിൽ നിന്നിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ചിരിക്കട്ടെ. മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. കേരളത്തിലെ ആണുങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുമല്ലോ. ആണുങ്ങൾ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരടിച്ച ധീര പോരാളിയായ പുരുഷ വീരസിംഹം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന പുരുഷൻ എന്ന വാക്കിന് എത്രത്തോളം അർഹതയുണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ വേറെ അത് പിന്നെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കേണ്ട വിഷയം, ഞാനല്ല പരിശോധിക്കേണ്ടത്. പിന്നെ എനിക്ക് അക്കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും മത്സരിക്കാൻ മേലായിരുന്നു. പുരുഷ അവകാശങ്ങളുടെ പേരിൽ പുരുഷന്മാരായിട്ടുള്ള വോട്ടർമാരെല്ലാം എൻ ബ്ലോക്കായിട്ട് വന്നിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ അന്ന് നമ്മളിത് പറഞ്ഞ സമയത്ത് ഇവൻ പറഞ്ഞു, ചില ചാനലുകൾ എൻ്റെ പേര് പറയുന്നുണ്ട്, എന്നെ തിരുവല്ലയിലേക്ക് ആഹാ ഹീ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പേര് പറയാത്തവരും കൂടെ അവൻ തന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് കേൾപ്പിക്കാൻ വേണ്ടി. കാരണം നമ്മൾ 2 പ്രാവശ്യം സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ആ 2 പ്രാവശ്യവും ഈ ഇത് എടുത്തിട്ടിട്ട് പുള്ളിയുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. സെൽഫ് ബൂസ്റ്റിംഗ്, നോക്കൂ എന്ന് പറഞ്ഞു. ഈ നാണമില്ലാത്തവൻ്റെ മറ്റേടത്തിൽ ആലും മുളച്ചാൽ അതും അവനെ തണലെന്ന് പറഞ്ഞ പോലെ. അതായത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം, തിരുവല്ലയ്ക്ക് എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടേ. ആ ചാനലുകാർ, അതായത് നമ്മുടെ പ്രേക്ഷകരല്ലാത്ത അവൻ്റെ പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ നമ്മുടേത് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. എന്നെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ തിരുവല്ലയ്ക്ക്. എന്തായാലും ഇവനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണം എന്നാരും പറഞ്ഞു എന്നുള്ളത് പറയാതിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ നാളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ മണിക്കാവും, നാളെ അതും വീഡിയോ കണ്ടന്റാക്കും, എന്നെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തൽക്കാലം അതിനില്ല, അതും പറയുവൻ. കാരണം ഞാൻ പ്രധാനമന്ത്രിയാവാൻ തൽക്കാലം. അപ്പോൾ തിരുവല്ലയിലോ അവൻ്റെ വീട്ടിലവൻ പ്രധാനമന്ത്രിയുടെ വിലയില്ലെന്നേ. വീട്ടില് പിന്നെ അതോ ദീപയോ വരച്ച വരയിൽ ഇപ്പൊ നിർത്തിയേക്കാം. ദീപ ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇനി പോയി ജാമ്യം റദ്ദായി കഴിഞ്ഞാൽ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് വീണ്ടും അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേയുള്ളൂ. അതല്ല, പിന്നെ ഇവൻ പിന്നെ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അവൻ കൊച്ചു വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മിണ്ടാരിടാന്നായിരിക്കും ചെവി പറഞ്ഞത്, എന്തോ പറഞ്ഞെന്നുള്ള അറിയത്തില്ല. വീട്ടിലോട്ട് ഇങ്ങോട്ട് വാങ്ങി കാണിച്ചില്ല എന്ന് പറഞ്ഞാണ്. ഇപ്പൊ ഇമാതിരി പൊട്ടണ എന്തോ ഇവനെ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം വേണമെന്നാണെങ്കിൽ പറയും. ഇനി അത് നല്ല കാര്യവുമാ. ഇവൻ നിയമസഭാംഗമാ എന്ന് സങ്കല്പിക്കുക. ഒരിക്കലും ഉണ്ടാകാത്തൊരു കാര്യം, അസംഭാവ്യമായൊരു കാര്യം. പക്ഷെ ചിലതൊക്കെ സങ്കല്പിക്കാനും നമുക്ക് ഈ ദിവാസ്വപ്നം കാണാനൊക്കെ രസമാണല്ലോ. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കി ഈ സംഭവം വാർത്ത കേട്ടപ്പം. അവൻ തന്നെ പറഞ്ഞല്ലോ അവനെ ഇങ്ങനെ പിന്നെ താല്പര്യമുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കി, ഇവൻ നിയമസഭയിൽ പോയി എങ്ങനെ ഉണ്ടാവും. വെറുതെ ഇമാജിൻ ചെയ്യാനൊരു രസമാണ് നമുക്ക്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നിയമസഭയിൽ ചെല്ലുന്നു.
നിയമസഭയിൽ ചെന്നിട്ട് സ്പീക്കർ എന്തെങ്കിലും പറയുമ്പോൾ സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നു. 30 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നു. പിന്നെ ട്രാൻസ്ജെൻഡർ സംവരണം, അതായത് അവന് പിന്നെ അത് അവൻ്റെ ഒരു സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം വേണമെന്ന് പറയുന്നത് അത് നല്ല കാര്യമാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് സംവരണം വേണമെന്നുള്ള അഭിപ്രായം. സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 33% വനിതാ സംവരണം എടുത്തു കളയണം. ആദ്യത്തെ പ്രമേയം അതായിരിക്കും, വനിതാ സംവരണം എടുത്തു കളയണം. അപ്പോൾ എല്ലായിടത്തും പെണ്ണുങ്ങൾ മാത്രം, അപ്പോൾ പെണ്ണുങ്ങളെ എവിടെയും മത്സരിപ്പിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയും അവൻ. അത് മാത്രമല്ല, ഈ നിയമസഭയിലെ സഭാ ടി വി പൂട്ടിക്കെട്ടിപ്പോവും. കാരണം ഇവൻ ലൈവ് കൂടുകയാണെന്ന്. സഭാ ടി വിക്ക് പിന്നെ പണിയില്ലല്ലോ, സഭാ ടി വി ആരെയും കാണുമോ? ഇവൻ അവിടെ ഇരുന്ന് പരിപാടി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇട്ടുകൊണ്ടിരിക്കും. ക്യാമറ പിടിച്ച് ഇങ്ങനെ സ്പീക്കർ ഭാവനത്തിലും സംസാരിക്കുന്ന ലൈവ് വിടും. സഭാ ടി വി പൂട്ടിക്കെട്ടിപ്പോവും. സ്പീക്കർ അഥവാ റൂളിംഗ് കൊടുത്താൽ അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുമല്ലോ, പറഞ്ഞിട്ട് പിന്നെ നിർത്താതിരുന്നാൽ മൈക്ക് ഓഫ് ചെയ്യും. മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പട്ടിണി കിടക്കുക എന്ന് പറയും. അപ്പം ഇതൊക്കെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഇവനെ നിയമസഭാ കവാടത്തിൽ സ്ഥിരം പട്ടിണി സമരമായിരിക്കും. എന്തോ പട്ടിണിയാണ്. 4 ദിവസം നേരത്തെ അപ്പുറത്ത് ചിക്കൻ്റെ മണം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് സാറേ എനിക്ക് വല്ലതും തായോ എന്ന് പറഞ്ഞില്ലേ. അത് അപ്പം ഇത്രയേ ഉള്ളൂ സാധനം. ബസ് നിരുന്നപ്പോൾ ഇവൻ കരുതിയത് ഇവനെ താലോലിച്ച് കൊണ്ടു നടക്കുന്ന കൂടെയുള്ള തടവുള്ളികളും ജയിൽവാടന്മാരും ഇങ്ങനെ സാധാരണഗതി ചെയ്യുന്നതിന് പകരം ഇച്ചിരിയുടെ മസാലയൊക്കെ കൂട്ടി കറി വെച്ചിട്ട് ഇവൻ്റെ സെല്ലിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി വെച്ച് വന്നിട്ട് സാമ്പാറും ഇതെല്ലാം ചിക്കനും ഒക്കെ ചിക്കൻ അവന് വലിയ ഇഷ്ടമാണ്. ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇവിടുന്ന് ഫാൻ വെച്ചിട്ട് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുത്തു കാറ്റ്. അപ്പോൾ ഇവൻ പറഞ്ഞു സാറേ എന്നിട്ട് ചോദിച്ചതാ. ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻകാർ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചില ഓൺലൈൻകാരുണ്ട്. ഇവന്മാരാണ് എൻ്റെ അടുത്ത് സമീപിച്ചത് ഇവന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു രാഹുൽ പറഞ്ഞിട്ടാണോ? ഇല്ലില്ല, പിന്നെ രാഹുൽ ഈശ്വർ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ചേട്ടൻ ഒന്ന് പരാമർശിക്കണം, അവന് വേണ്ടി സ്റ്റോറികളൊന്നും ആദ്യം പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല, വേറെ പണിയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിനക്കൊന്ന് തലയ്ക്ക് വല്ല കിറുക്കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ അല്ല തിരുവല്ല പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോയാൽ മതി, പരിഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ അവനെ ഒന്ന് പരിഗണിക്കുന്നുണ്ട്, അത് എന്നെ കൂടെ പറയിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ വോട്ട് ചെയ്യും, ദൈവം വോട്ട് ചെയ്യും, അതിനകത്ത് സംശയമൊന്നുമില്ല. ദൈവം വോട്ട് ചെയ്യും. കാരണം ഈ ശല്യം അഥവാ ജയിച്ചിട്ടെങ്ങാനാണെങ്കിൽ സഭയിൽ പോയി കുറേ നേരം ഇരിക്കുമല്ലോ, വീട്ടിൽ അത്രയും നേരം ഉണ്ടാവും. 2 MLA ഓഫീസിൽ രാവിലെ എഴുന്നേറ്റങ്ങ് പോയിക്കൊള്ളുമല്ലോ, മറ്റേത് ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ എന്നുള്ളത് കരുതും. പിന്നെ മാത്രമല്ല, ഇനി ഒന്നും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിനും പിന്നെ സമൂഹത്തിനും കുറച്ച് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും മൊബൈൽ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആൾക്കാരെ കൈവീശി ഇങ്ങനെ പ്രചരണമൊക്കെ നടത്തുന്ന സമയത്തും വോട്ട് ചോദിക്കാൻ പോകുമ്പോഴൊന്നും മൊബൈൽ കൈ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഷൂട്ടിങ് കുറച്ച് നിന്നോളും, പിന്നെ ആളുകൾക്ക് അത്ര ശല്യത്തിൽ നിന്ന് ഒഴിവായി കിട്ടാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വമാണ്? അത് മൂക്കൻ ഷാഫിക്കയുടെ ഉത്തരവാദിത്വമാണ്. മൂക്കൻ ഷാഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഹുൽ നിയമസഭയിൽ നിന്ന് ഔട്ടാകുക, ആ രാഹുലിന് താടിയുള്ള രാഹുലായിട്ട് തന്നെ ഷാഫിക്കയ്ക്ക് പ്രത്യേക വാത്സല്യമാണ്. അപ്പോൾ താടി മീശയില്ലാത്ത ഈ പിന്നെ രാഹുലിനെ അതിന് പകരം നിയമസഭയിലേക്ക് പ്ലേസ് ചെയ്ത് കൊണ്ടുവരികയും പാലക്കാട് പിൻഗാമിയാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷാഫിക്കയുടെ പ്രത്യേക അഭിരുചികൾക്ക് ഏറ്റവും അനുയോജ്യനായൊരു വ്യക്തിയാണ് പിന്നെ രാഹുൽ ഈശ്വരൻ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അത് എന്ത് അഭിരുചി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും പിന്നെ ഒരു ആൾക്ക് സ്വപ്നം കാണുന്നതിന് പിന്നെ ടാക്സ് അടയ്ക്കൊന്നും വേണ്ട, എന്തും സ്വപ്നം കാണാം. പ്രധാനമന്ത്രി ആവുന്നതായിട്ട് സ്വപ്നം കാണാൻ എനിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ രാഹുൽ ഈശ്വർ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇവൻ്റെ ഉദ്ദേശം ഇതാണ്, ഇവന് നിയമസഭയിൽ സ്ഥാനാർത്ഥിയാവണം, അവനെന്തോ വലിയ സംഭവമാണെന്ന് അവൻ ധരിച്ചു വെച്ചു. ഞാൻ പറയുന്ന അവന് നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാവാൻ പോയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല, മെൻസ് കമ്മീഷൻ്റെ പിന്നെ വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം. കേരളത്തിലെ ഞാൻ പറയട്ടെ LDFനകത്ത് CPM CPI മാണി കോൺഗ്രസ് വേണ്ടാന്നേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ജെട്ടി രാജുവിന് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ എങ്ങാനും ഇവനെ പിടിച്ചാക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം മറ്റവനെ ജെട്ടി അളവ് ചുരുക്കുവാൻ, വേറൊരുത്തൻ ജെട്ടി ഇടാൻ നേരമില്ലാത്തവൻ, ഇവനാണെങ്കിൽ ജെട്ടിയുടെ എലാസ്റ്റിക് തലയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു ജെട്ടി അസോസിയേഷൻ തുടങ്ങിയിട്ട് പാർട്ടി തുടങ്ങിയിട്ട് ജെട്ടി രാജു രക്ഷാധികാരി, മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ്, രാഹുൽ ഈശ്വർ സെക്രട്ടറി ആക്കിയിട്ട് മൊത്തം ഒരു ജെട്ടി പാർട്ടി തുടങ്ങുന്നത് നന്നായിരിക്കും. സാബുനെ കിറ്റക് സാബുനെ ജെട്ടി സാബു എന്നൊക്കെ വിളിക്കുന്നത് ആൾക്കാർ ഒരു കുശുമ്പം കൊണ്ട് വിളിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവനെ ജെട്ടി പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റില്ല, ജെട്ടിയുടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് ആന്റണി രാജു ഒഴിയുന്ന ഒടുവിൽ വേണമെങ്കിൽ അവിടെ പോയിട്ട് മത്സരിക്കാം. പിന്നെ പാലക്കാട് കൊണ്ടുവരാൻ ഇനിയിപ്പോൾ മൂക്കൻ ഷോഫിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരട്ടെ. കാരണം മൂക്കൻ ഷോഫിക്ക് ഈ ചില അസുഖങ്ങൾ മാറത്തില്ല, അതിന് ഒന്നല്ലെങ്കിൽ വേറൊരു മരുന്ന് വേണം. കാരണം പുള്ളിക്ക് ഹീൽ ചെയ്യാൻ ഇങ്ങനത്തെ ചില മെഡിസിൻസ് ആവശ്യമാണ്. അപ്പോൾ അതിനേറ്റവും കാരണം ഈ താടിയും മീശയൊന്നും ഇല്ലാത്ത രാഹുൽ ഈശ്വർ അനുയോജ്യമായ ഒരു മരുന്നായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.